എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. സപ്പോർട്ട് അല്ല ഈ പറയുന്ന സംഭവം നടക്കൂല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നടക്കണമെങ്കിൽ ഇറ്റ് ടേക്ക് ടൈം. കാരണം പെട്ടെന്നൊരു സംഭവത്തിൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ കൾച്ചർ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടിട്ടും ഈ പറയുന്ന ഞാൻ മിക്കപ്പോഴും കണ്ടേക്കുന്ന ഒരു വൺലൈനാണ്. ഈ എന്താ പറയാ, ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത ലോകം പറഞ്ഞു കഴിയുമ്പോൾ അവൾ എന്നോട് എന്തോരം പറഞ്ഞിരുന്നു അറിയാമോ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറയുന്ന മരിച്ചു കഴിയുമ്പോൾ അത് പെണ്ണാണ് മിക്കപ്പോഴും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ആളുകൾ വളരെ കുറവായിരിക്കും. എനിക്ക് ഭയങ്കര പീഡനം അവള് പറഞ്ഞിരുന്നു. ആ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ലോകമായിട്ട് ഈ ഭയങ്കര പീഡനം എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് സത്യം ഒന്നും അറിയത്തില്ല. പക്ഷെ ഒരു നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, എനിക്ക് ഇപ്പോ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ആ ഒരു സിറ്റുവേഷനിലാണ്, ഭയങ്കര ടോർച്ചർ അനുഭവിക്കുന്ന സിറ്റുവേഷനിലാണ്. ഒബ്വിയസ്ലി ഞാൻ എന്റെ ഫ്രണ്ടിനോടോ എന്റെ വീട്ടിലോ പറയും. പക്ഷെ ആ വീട്ടിൽ നിൽക്കുന്ന അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആരോടാണോ പറയുന്നത് അവരുടെ സിറ്റുവേഷനിൽ മേ ബി ഈ സിമിലർ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അവരുടെ വീട്ടില് ഇപ്പൊ ഞാൻ എന്റെ അമ്മേനോടാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ആ അമ്മ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുവാണ്. ആ അമ്മയുടെ സിറ്റുവേഷൻ എന്താ നമുക്കറിയില്ല. ആ അമ്മയ്ക്കും മൂവ് ഔട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ സാഹചര്യം കൊണ്ട് അവിടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ അമ്മ ഒരിക്കലും മകളോട് നീ ഇട്ടിട്ട് പോരെ എന്ന് ധൈര്യത്തോടെ പറയത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇട്ടിട്ട് പോരെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരണമെന്ന് തന്നെ ഇല്ലല്ലോ. ഈ പറയുന്ന ആൾക്ക് ഒരുപാട് വീടുകളും റെന്റിനെടുത്തിട്ടായാലും ഒരുപാട് ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. എത്രയോ നമുക്ക് കൊച്ചിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നത്, വൈഫുകൾ പെൺകുട്ടികൾ മാത്രം തന്നെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. ഒരു ജോലി ചെയ്ത് അവളുടെ കുഞ്ഞിനെ നോക്കി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ ഈ പറയുന്ന സ്ത്രീകൾ ഈ പറയുന്ന ഡൈവോഴ്സ് ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് കല്യാണം ഈ കഴിക്കാത്ത പെണ്ണുങ്ങളായാലും കല്യാണ പെൺകുട്ടികളായാലും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ പറയുന്നില്ല ആണുങ്ങളെ പോലെ എല്ലാം ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ഒരു മരണത്തിലേക്ക് നയിക്കാതെ എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തുകൂടാ? വീട്ടിലേക്ക് പോകണ്ട, അമ്മ ഞാൻ ഡൈവോഴ്സായി മാറിയാണ്, എനിക്ക് അയാളെ പറ്റുന്നില്ല, ഞാനിപ്പോ നാട്ടിലൊന്നും നല്ല പ്രശ്നമുള്ളൂ, എനിക്ക് വേറെ സ്ഥലത്ത് ജോലി ചെയ്യാം, ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു റെന്റ് കൊടുത്ത് ജീവിക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് വീട്ടിലേക്ക് തന്നെ വരണമെന്ന് പറയണേ? പിന്നെ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ചെയ്യാം. പക്ഷെ ഈ പറയുന്നവരുടെ സിറ്റുവേഷൻ, എന്ത് ലൈഫ് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് നമുക്ക് അറിയില്ല. ഇപ്പൊ ഈ പറയുന്ന സംഭവം ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ധൈര്യത്തിൽ എന്റെ വീട്ടിലോട്ട് പോകാനുള്ള